ഗായത്രിപ്പുഴയും ഭാരതപ്പുഴയും സംഗമിക്കുന്ന ഗ്രാമം. തൃശ്ശൂർ ജില്ലയുടെ അതിർത്തിയിൽ തിരുവില്ലാമലയിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. കൂത്താമ്പള്ളി ഗ്രാമം. 400-ലധികം വർഷം മുൻപ് മൈസൂരിൽ നിന്ന് കുടിയേറി പാർത്തവരാണ് കൂത്താമ്പള്ളി ഗ്രാമത്തിലെ മുൻ തലമുറ. ഇന്ന് മാറ്റ്നി 360യിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് കൂത്താമ്പള്ളിയിലെ വിശേഷങ്ങളാണ്. മുത്തശ്ശിയുടെ പേരെന്താ? മണി. മണി. ഞാൻ കേട്ടു കൂത്താമ്പള്ളിയിലെ നെയ്ത്തുകാരുടെ ഇടയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വീടാണ് ഈ വീട് എന്നുള്ളത്. അതിൻ്റെ ഒരു കഥ എന്താ? ഒരു പ്രശ്നമില്ല. നമ്മൾ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, നാട് കൂടുമ്പോൾ നടുകൂടുക. അവരുടെ സമുദായമാണ്, ഒറ്റപ്പെട്ട കുടുംബങ്ങളാണ്. അവർ പറയുന്നതനുസരിച്ച് നമ്മൾ നീങ്ങുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അവരായിട്ട് ഒരു ആലോചിയില്ല. സ്നേഹത്തോടെ പെരുമാറുക. നമുക്ക് 2-3-4 മക്കള് കല്യാണം കഴിച്ചു കൊടുത്തു. കൂത്താമ്പള്ളിയിലേക്ക് എങ്ങനെയാ വന്ന്? നമ്മളാ പെറ്റുവളർന്ന രാജ്യത്തിൽ എങ്ങനെ വന്ന് നമുക്ക് അറിയില്ല. മുൻ തലമുറയെ കുറിച്ച് എന്തെങ്കിലും? തലമുറ നമുക്ക് അറിയില്ല. അച്ഛനൊക്കെ ഇരുന്നത് തമിഴ്നാട്ടിലാണ്. ഭാര്യ വീടാണത്. ഭാര്യ പെറ്റുവളർന്നതാണ്. എൻ്റെ വീട് അടുത്താണ്, ഒരു 4-5 കിലോമീറ്റർ അകലെയാണ്. നമ്മളങ്ങനെ കല്യാണം കഴിച്ചു. പിന്നെ അച്ഛനമ്മയില്ല. അപ്പോൾ അച്ഛനമ്മയില്ലാത്ത കാരണം ഭാര്യ വീട് എഴുതി തന്നു. നമ്മളെ വന്ന് കൂടി, അത്രേ ഉള്ളൂ. ഇവിടെ വന്ന് കൂടി എങ്ങനെയുണ്ട് കൂത്താമ്പള്ളി? സമാധാനമായിട്ട് വരുന്നവർക്ക് സഹായങ്ങൾ ചെയ്യുക, വരുന്നവരെ അവരെ സഹകരിക്കുക. അങ്ങനെ ഒരു സ്ഥലമാണ് കൂത്താമ്പള്ളി. പിന്നെന്താ, അടിപൊളി സ്ഥലം. പക്ഷെ ഇതിൻ്റെ ഓരോ സൗകര്യം ഇന്ത്യയിലെ ഒരു രാജ്യത്തും കിട്ടില്ല. തങ്ക കൂത്താമ്പള്ളിയിലെ ഒരു സന്തോഷം എവിടെയും കിട്ടില്ല. പൈസ കൊടുത്താലും ഇപ്പോൾ ഒരു വീട് വാങ്ങിച്ച് ഇരുന്നു. ഇതിനൊരു സൗകര്യം, പുഴ, ഭാരതപ്പുഴ, പുണ്യനദിയാണത്. ആ ഭാരതപ്പുഴയിൽ ഈ പുണ്യനദിയുള്ള കാരണം ഇവിടുത്തെ ജനങ്ങളായിട്ട് ബന്ധങ്ങൾ നമുക്കുണ്ട്. കൊല്ലത്തിലൊരിക്കൽ മാരി പൂജ വരും. നമ്മുടെ അമ്പലത്തിൽ ഉമ്മറത്തായിപ്പോയി ഈ സാധനങ്ങളൊക്കെ ചുണ്ടാമ്പ് വയ്ക്കുക, അടിക്കുക, കോരുക ഒക്കെ ചെയ്യുക. പക്ഷെ നമ്മുടെ കല്യാണത്തിന് എല്ലാവരും സഹകരിച്ചു. നമ്മുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ എല്ലാ മണ്ഡലത്തിലേക്ക് എല്ലാവരും വന്നു. നമുക്ക് അത്രേ പറയാനുള്ളൂ. ഇനി എന്താ പറയുമ്പോൾ ഇനിയും ഒരുപാട് സ്നേഹത്തോടെ മരിക്കുന്നവരെ ഇവിടെ മരിക്കൊന്നുമില്ല. ഇപ്പോഴും ചെറുപ്പക്കാരൻ തന്നെയാണ്. എന്തായാലും കൂത്താമ്പള്ളി രാജ്യത്ത് ഏറ്റവും സ്നേഹമുള്ള രാജ്യമാണ്. അല്ലാണ്ട് ഞാൻ ഇരിക്കുന്നത് കൊണ്ട് പറയുന്നത് വിചാരിക്കണ്ട. നിങ്ങൾ ആരുടെ അടുത്ത് ചോദിച്ചാലും അവരതന്നെ പറയും. എന്തായാലും ഏറ്റവും സ്നേഹത്തോടെ ഇവിടെ ജീവിക്കും. പിന്നെന്താ, എത്ര 75 വർഷമായി ഞാൻ ജനിച്ചിട്ട് ഇവിടെ തന്നെ. നന്ദി. ശരി തങ്ക. ആഘോഷങ്ങളും ആരവങ്ങളും കഴിഞ്ഞു. പുതിയ ആഘോഷത്തിനായി കാത്തിരിക്കുകയാണ് കൂത്താമ്പള്ളി ഗ്രാമം. എന്നാൽ കൂത്താമ്പള്ളി ഗ്രാമത്തിൻ്റെ തെരുവിലൂടെ നടക്കുമ്പോൾ എനിക്ക് നെയ്ത്തിൻ്റെ ശബ്ദവും ഇവരുടെ താളത്തിലുള്ള കന്നഡ ഭാഷയുമാണ് കേൾക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു വീട് ശൃംഗാരവേലൻ്റെ ഷൂട്ടിംഗ് നടന്ന വീടാണ്. ഇവിടെയും ഇപ്പോൾ നെയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് പോകാം. നല്ല തിരക്കിലാണല്ലോ. തിരക്കൊന്നുമില്ല. കാലടിക്കാറായി, ആളുമ്പോഴേക്ക് ഡാമേജായി. അതാ എടുക്കുന്നത്. അതാണ് ചെയ്യുന്നത് അല്ലേ? എന്താ പേര്? നടരാജൻ സർ. ഈ ഒരു വീടിനൊരു പ്രത്യേകത ഉണ്ടെന്ന് കേട്ടു. ശൃംഗാരവേല സിനിമ. അതെങ്ങനെയായിരുന്നു ആ കഥ? അതൊരു നെയ്ത്തിനെ സംബന്ധിച്ച ഒരു കഥയാണ്. നെയ്ത്തുകാരുടെ ഗ്രാമത്തെ. കൂത്താമ്പള്ളി ഗ്രാമത്തിൽ എത്ര വർഷമായിട്ടാണ് നെയ്തുകൊണ്ടിരിക്കുന്നത്? അത് നമുക്കറിയില്ല. അത് കുറെ കാലമായി. 10-20 അച്ഛൻ എപ്പോഴാണ് നെയ്യാൻ തുടങ്ങിയത്? ഞാൻ 15 വയസ്സിൽ തുടങ്ങിയതാ. 18 വയസ്സിൽ? 15 വയസ്സിൽ. എങ്ങനെയുണ്ട് വരുമാനമൊക്കെ? വരുമാനമൊന്നും ഇല്ലാതെ വേറെ ഇരിക്കുമ്പോഴേക്ക് ഇതിനൊന്നും വരുമാനമില്ല. ഇത് കൂലിപ്പണിക്ക് പോകുന്നത് ഭേദം. ഇത് 5 കൊല്ലം പണിയെടുത്ത 300 രൂപ കിട്ടും, അത്രേ ഉള്ളൂ. പക്ഷെ പുറത്തുള്ളവരെ കൂത്താമ്പള്ളി ഗ്രാമത്തിലത്തെ തുണികളാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വരുമാനം തുച്ഛമായ വരുമാനമാണ് വരുന്നത്? തുച്ഛമായ വരുമാനമേ ഉള്ളൂ. നെയ്ത്തുകാർക്ക് ആദ്യ വരുമാനമേ ഉള്ളൂ, കച്ചവടക്കാർക്ക് വരുമാനമുണ്ട്. കൂത്താമ്പള്ളി ഗ്രാമത്തിലെ ഉത്സവത്തെ കുറിച്ചൊന്ന് പറയാമോ?
ആ ദേവപൂജ അടുത്തവരായി ഉത്സവം എങ്ങനെയായിരിക്കും ഇവിടെ നടക്കുക? 3 ദിവസം. 3 ദിവസത്തെ ഉത്സവമാണ്. കൂത്താമ്പള്ളി ഗ്രാമത്തിലെ എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഉത്സവമാണ് അല്ലേ? 3 ദിവസം. അന്ന് നെയ്ത്ത് ആർക്കും ഉണ്ടാവില്ല. അതേപോലെ ഇനി വിഷു വരാണ്. വിഷുവിനൊന്ന് ഒരു ദിവസം ലീവേ ഉള്ളൂ. ഒരു ദിവസം എത്ര മുണ്ട് നെയ്യും? ഒരു ഡബിളാവുള്ളൂ. ഒരു മുണ്ടേ നെയ്യുള്ളൂ. ഒരു മുണ്ടേ ആവുള്ളൂ. അപ്പൊ എത്ര മുണ്ട് നമുക്ക് കച്ചവടത്തിനായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും? അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ നെയ്തനുസരിച്ച് കൊടുക്കും, അത്രേ ഉള്ളൂ. നെയ്തനുസരിച്ച് കൊടുക്കും. അപ്പം ഇനി കൂത്താമ്പള്ളി ഗ്രാമത്തിൽ നിന്ന് നേരിട്ടുള്ള ഒരു കച്ചവടം ഉണ്ടാവും? നേരിട്ട് കച്ചവടം നമുക്കില്ല, ഞങ്ങൾക്ക് കടയിൽ കൊടുക്കുക, അത്രേ ഉള്ളൂ. നെയ്യാ കൊണ്ട് കടയിൽ കൊടുക്കുക, പൈസ വാങ്ങാം, അത്രേ ഉള്ളൂ. ഉത്സവ സീസണിലാണോ കൂടുതലായിട്ട് തയ്ക്കല് നെയ്ത്ത് കാര്യങ്ങളെല്ലാം? ഞങ്ങൾ ദിവസം നെയ്യുന്നത് അത്ര നെയ്യുള്ളൂ. ദിവസം നെയ്യുന്നതാണ് മാത്രം നെയ്യുന്നുള്ളൂ അല്ലേ? കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്ങനെ നെയ്താണ് ഉണ്ടാവുള്ളൂ, അത് കൂടുതലൊന്നും ആവില്ല. വിഷു സമയത്തോ? ഏത് സമയത്തായാലും ഒരു മുണ്ടാവുള്ളൂ. ഒരു മുണ്ടേ ആവുള്ളൂ. സാരിയൊക്കെ നെയ്യാറുണ്ടോ? സാരിയില്ല, ഞങ്ങളുടെ വീട്ടിലെ സാരിയില്ല. സാരിയില്ല. 2 മുണ്ടാണ്, അതും മുണ്ടാണ് ഇതും മുണ്ടാണ്. ഓക്കെ. കൂത്താമ്പള്ളി ഗ്രാമത്തെ കുറിച്ചൊന്ന് പറയാമോ? ഇത് കൂത്താമ്പള്ളി ഗ്രാമം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ദേവങ്ക ചെട്ടിയാറാണ്. ദേവങ്ക സമൂഹം, ദേവാങ്ക ചെട്ടിയാർ. ഞാൻ കേട്ടിട്ടുണ്ട് മൈസൂരിൽ നിന്ന് വന്ന. അല്ലല്ല, മൈസൂരിൽ നിന്ന് അത് വേറെ. ഞങ്ങളുടെ കന്നഡത്തിന് എഴുത്തില്ല. മൈസൂർ കന്നഡത്തിന് എഴുത്തുണ്ട്, അത്ര വ്യത്യാസമുള്ള. അപ്പൊ 2 തലമുറക്കാർ ഇവിടെ ഉണ്ട്. അതെ, ഇവിടെ മൈസൂർ എല്ലാവരും കന്നഡ സംസാരിക്കുള്ളൂ. മൈസൂർ കന്നഡത്തിന് ഞങ്ങളുടെ കന്നഡത്തിന് ലേശം വ്യത്യാസമുണ്ട്. ഇവിടെ ഏതാ കന്നഡ? സാറിന്റെ കന്നഡ ഏതാ? ഞങ്ങളുടെ കന്നഡ എഴുത്തില്ലെന്ന് പറഞ്ഞില്ലേ? എഴുത്തില്ലാത്ത കന്നഡ ഒന്ന് പറയാമോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്? ആ കന്നഡ ഇപ്പൊ ഞങ്ങൾ സംസാരിക്കുന്നത് മലയാളത്തിലല്ലേ. കൂത്താമ്പള്ളി ഗ്രാമത്തെ കുറിച്ച് പറഞ്ഞാൽ ഇതൊരു നെയ്ത്തിന്റെ ഗ്രാമമാണ്. എല്ലാവരും കന്നഡത്തിൽ പറയാമോ? അത് കന്നഡത്തിൽ പറയാമോ? കന്നഡത്തിൽ ഭാഷ പറയണ്ട, ഒന്ന് പറഞ്ഞു. കൂത്താമ്പള്ളി ഗ്രാമത്തിൽ ഇരിക്കുമ്പോൾ ഇവരുടെ നെയ്ത്തിന്റെ ശബ്ദം കാതിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഉത്സവങ്ങളും ആരവങ്ങളും വന്നു പോകുമ്പോൾ തുച്ഛമായ വേതനത്തിൽ അവർ നെയ്തുകൊണ്ടേയിരിക്കുന്നു.